Praise Lord. Hallelujah. സ്തോത്രം. Hallelujah. സ്തോത്രം. Praise the Lord. Thank you, Lord. Hallelujah. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന ഈ ഫേസ്ബുക്ക് പേജിലൂടെ ലൈവ് വരുവാനും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് ലഭിച്ച നല്ല അവസരത്തെ ഓർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. അതിന് മുഖാന്തരമായി തീർന്ന ബ്രദർ സാജി ജോർജ് കുട്ടിയോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പാസ്റ്റർ സഞ്ജീവിനോടുള്ള സ്നേഹം അറിയിക്കുന്നു. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് ആരംഭിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അപ്പം ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഫേസ്ബുക്കിലൂടെ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ഇരുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ തരുന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം ഞങ്ങൾ ചെയ്യുന്ന സകല ശുശ്രൂഷകളും അങ്ങയ്ക്ക് പ്രസാദമുള്ളതായിരിക്കട്ടെ. കർത്താവേ, പരിശുദ്ധാത്മാവേ, അവിടെ ഞങ്ങളെ ലീഡണമേ, ഗൈഡണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ശുശ്രൂഷ അങ്ങയുടെ അങ്ങയുടേതാണ്. ഹല്ലേലൂയ. അങ്ങയുടെ ശക്തിയാൽ, അങ്ങയുടെ ബലത്താൽ, അങ്ങയുടെ ഗൈഡൻസിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ. അക്ഷരത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ശുശ്രൂഷയല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും ദൈവകൃപയുടെയും പ്രദർശനമായിരിക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ കയ്യിലുള്ളത് കർത്താവേ അല്പമെങ്കിലും ആമേൻ ഞങ്ങൾ മുഴുവനുമായി അവരുടെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. അതിനെ അവിടെ നിന്നെടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ച് കൊടുക്കണമേ, ഞങ്ങളുടെ ജനത്തിന് കൊടുക്കണമേ. അനേകം പേർ ഭക്ഷിച്ച് ആത്മീയമായി തൃപ്തരായി തീരുവാൻ, ബലപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. സകല ഇൻസ്ട്രുമെന്റ്സിനെയും ഇന്റർനെറ്റ് കണക്ഷനെ സകലത്തെയും കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അടിയങ്ങളെ 3 പേരെയും സമർപ്പിക്കുന്നു. കാണുന്ന ജനത്തെ അവിടെ അനുഗ്രഹിക്കുന്നു. ഇന്ന് രാത്രികാലം ഈ ശുശ്രൂഷയിൽ കർത്താവെ അങ്ങയുടെ മഹത്വം വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ സ്തോത്രം. ആമേൻ. അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ശുശ്രൂഷയിൽ വെളിപ്പെടണം കർത്താവെ. അങ്ങയുടെ മക്കളായിരിക്കുന്നിടത്തൊക്കെ അപ്പം അങ്ങയുടെ മഹത്വം വെളിപ്പെടണം. അവരുടെ ജീവിതത്തിൽ, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ, അവരുടെ കുടുംബങ്ങളിൽ, തലമുറകളുടെ മേൽ, ദേശങ്ങളിൽ കർത്താവെ അങ്ങയുടെ മഹത്വം വെളിപ്പെടണം. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. മഹത്വം തിരുമേനി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. ആദ്യം ഞങ്ങൾ പാടുന്ന പാട്ട് ഒരു ഹിന്ദി പാട്ടാണ്. ബവർ കെ ബീച്ച് മേ തു കഹ്താ ഹൈ തം ജാ. ആമേൻ. ഇതിന്റെ മീനിങ് കേട്ടപ്പോഴാണ്, മനസ്സിലായപ്പോഴാണ് ഈ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടം. അത് അപ്പം തന്നെ ഇത് പഠിച്ചു. ഇത് ഞങ്ങളൊന്ന് പാടുവാൻ ശ്രമിക്കുകയാണ്. ഇതിന്റെ മീനിങ്ങോടെ ഞാൻ പറയണം. കാരണം ഏതൊരു പാട്ട് പാടുമ്പോഴും നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് ആമേൻ അതിനകത്തൊരു ശക്തി വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഫീലിംഗ് ഒക്കെ വരുന്നതെന്ന് പറയുന്നത് പാട്ടിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഞാനൊന്ന് പറയണം. നല്ലൊരു പാട്ടാണ്, നല്ല മീനിങ്. ബവർ കെ ബീച്ച് മേ, അതിൻ്റെ അർത്ഥം ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് വേൾഡ്. ആമേൻ. കാറ്റിൻ്റെ മധ്യേ തു കഹ്താ ഹൈ തം ജാ. You say be still. നീ അനങ്ങാതിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. തു മേരി താക്കത്ത് ഹൈ. നീ എൻ്റെ ശക്തിയാകുന്നു. തു ഹി മേരാ ഈമാൻ. ആമേൻ. എൻ്റെ ആശ്രയം അങ്ങിലാണ്. സ്തോത്രം. ബീത്തെ കൽ മേ തു ഇൻ മൈ പാസ്റ്റ്. എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ സാത്ത് മേരാ താ. യു വർ വിത്ത് മീ. നീ എന്നോട് കൂടെ ഇരുന്നു. ആജ് ബി മേരെ. ഇന്നും ഹല്ലേലൂയ സാത്ത് ഹൈ ഖടാ. എൻ്റെ കൂടെ നിൽക്കുന്നു. സ്തോത്രം. ആനെ വാലെ കൽ മേ ബി ഹോഗ. ഇനി വരുവാനുള്ള നാളുകളും എന്നോട് കൂടെ ഇരിക്കും. സ്തോത്രം. ഉഠ്തേ ഹുവേ ഉഫാനോ മേ ഇൻ ദ ടർമോയിൽ. ആമേൻ. ട്രബിൾസിൽ, അല്ലെങ്കിൽ പ്രതികൂലങ്ങളുടെ മധ്യേ തു ഹേ മേരി ചട്ടാൻ. ആമേൻ. നീ എൻ്റെ പാറയാണ്. സ്തോത്രം. ബഡ്തി ഹുയി ലഹറോ പേ ഓൺ ദ ടോപ്പ് ഓഫ് റൈസിംഗ് ടൈഡ്സ്. ഉയർന്നു വരുന്ന തിരമാലകൾക്ക് മുകളിൽ തേരെ ഖദ്മോ കെ നിശാൻ. ഹല്ലേലൂയ. നിന്റെ I see the mark of your footsteps. നിന്റെ കാൽപാദങ്ങൾ ഞാൻ കാണുന്നു. സ്തോത്രം. അതിന്റെ അർത്ഥം എന്താണ്? ആമേൻ. തിരമാലകളുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കർത്താവിന്റെ കാൽപാദങ്ങൾ കാണുന്നു. സ്തോത്രം. അപ്പോൾ തിരമാലകൾ കർത്താവിന്റെ കാലിന്റെ കീഴിലാണ്. സ്തോത്രം. ഹല്ലേലൂയ. തേരെ ഖദ്മോ കെ നിശാൻ. സ്തോത്രം. ബിമാരിയോ മേ
രോഗങ്ങളിൽ തു കഹ്താ ഹൈ ഉഠ് ജാ, നീ എന്നോട് പറഞ്ഞ് എഴുന്നേൽക്കുക. യഹോവ റാഫ തുഹി മേര ഷിഫ, യഹോവ റാഫ നീ എൻ്റെ സൗഖ്യം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഇച്ചേ പാട്ടും ചേർന്ന് പാടാം. സ്തോത്രം. ഇതിനകത്തൊരു വാക്ക് കണ്ടോ, ബീത്തെ കൽമേ തു അല്ല ഉठ്തേ ഹുവേ ഉഫാനോ മേ തുഹി മേരി ചട്ട. ചട്ട എന്ന് പറഞ്ഞ പാറ, നീ എൻ്റെ പാറ. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തുവാകുന്ന പാറ. ഹല്ലേലൂയ. ആമേൻ. വചനം പറഞ്ഞു, കർത്താവ് ഇന്നും എന്നും എന്നേക്കും അനന്യൻ. He is the same. He was the same in the past. He is the Lord in the past, Lord of the present, and Lord of the future. കർത്താവിന് ഒരു മാറ്റമില്ല, കാരണം അവൻ പാറയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ പാറമേലാണ് നമ്മുടെ പാദങ്ങൾ ഉറപ്പിച്ചത്, നമ്മുടെ ഗമനത്തെ സുസ്ഥിരമാക്കിയത്. സ്തോത്രം. He has established my steps, placed my feet upon the rock. സ്തോത്രം. ഹല്ലേലൂയ. ആ പാറയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പാറയുണ്ടെങ്കിൽ സ്തോത്രം, പ്രതികൂലങ്ങൾ വരട്ടെ, പ്രയാസങ്ങൾ, കാറ്റുകൾ, കോളുകൾ, തിരമാലകൾ വരട്ടെ, നിന്റെ പാദം, നമ്മുടെ പാദം കർത്താവിലാണെങ്കിൽ സ്തോത്രം ഉറച്ചിരിക്കുന്നെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല. സ്തോത്രം. കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാകത്തില്ലെന്ന്. അത്ര എളുപ്പമാണെന്നും പറഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ ഇതിനൊന്നും നമ്മളെ തോൽപ്പിക്കുവാൻ കഴിയുന്നില്ല, കാരണം നമ്മോട് കൂടെയുള്ള കർത്താവ് സകലത്തിന്മേൽ ജയം നേടിയ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഈ പാട്ടൊന്ന് പാടാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. उठते हुए उफानों में तू ही मेरी चट्टान, बढ़ती हुई लहरों पे तेरे कदमों के निशान, बवर के बीच में तू कहता है थम जा, तू मेरी ताकत है, तू ही मेरा ईमान, बवर के बीच में तू कहता है थम जा, तू मेरी ताकत है, तू ही मेरा ईमान। बीत कल में तू साथ मेरे था, आज भी मेरे साथ है खड़ा, आने वाले कल में भी होगा। उठते हुए उफानों में तू ही मेरी चट्टान, बढ़ती हुई लहरों पे तेरे कदमों के निशान, बीमारियों में तू कहता है उठ जा, यहोवा राफा, तू ही मेरा शिफा, बीमारियों में तू कहता है उठ जा, यहोवा राफा, तू ही मेरा शिफा। बीत कल में तू साथ मेरे था, आज भी मेरे साथ है खड़ा, आने वाले कल में भी होगा। उठते हुए उफानों में तू ही मेरी चट्टान, बढ़ती हुई लहरों पे तेरे कदमों के निशान, बीमारी देख तेरा सर झुका, मुझ पर तेरा बस ना चल सका।
शस्त्र ना बना जो कर सकेगा मेरा सामना। उठते हुए तूफानों में तू ही मेरी चट्टान, बढ़ती हुई लहरों पे तेरे कदमों के निशान। बबर के बीच में, बबर के बीच में तू कहता है थम जा, तू मेरी ताकत है, तू ही मेरा ईमान। बबर के बीच में तू कहता है थम जा, तू मेरी ताकत है, तू ही मेरा ईमान। बीते कल में तू साथ मेरे था, आज भी मेरे साथ है खड़ा, आने वाले कल में भी होगा। उठते हुए तूफानों में तू ही मेरी चट्टान, बढ़ती हुई लहरों पे तेरे कदमों के निशान। उठते हुए तूफानों में तू ही मेरी चट्टान, बढ़ती हुई लहरों पे तेरे कदमों के निशान। ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങന്റെ പാറ, സ്തോത്രം, ഹല്ലേലൂയ. ഉയർന്നു വരുന്ന തിരമാലകളുടെ മേൽ, ഹല്ലേലൂയ, അതിന്റെ മുകളിൽ, ഹല്ലേലൂയ, ഞാൻ കർത്താവിന്റെ കാൽപാദങ്ങൾ കാണും. സ്തോത്രം, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചെയ്തു നമ്മെ വീണ്ടെടുത്ത് ക്രിസ്തുവാകുന്ന മഹപാറമേൽ നമ്മുടെ പാദങ്ങളെ ഉറപ്പിച്ച് നമ്മുടെ ഗമനത്തെ സുസ്ഥിരമാക്കി നമ്മുടെ നാവിൽ പുതിയ പാട്ട് തന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. റബശന്തരേ Hallelujah, stotram, stotram, praise the Lord Jesus, praise the Lord Jesus, hallelujah, stotram, 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 stotram. ഹല്ലേലൂയ. അടുത്തതൊരു പുതിയ പാട്ടാണ്. കഴിഞ്ഞ ദിവസം കർത്താവിന്റെ അഭിഷേകനായ ഡോക്ടർ ബ്ലസ്സൻ മേമന പാടുന്നത് കേട്ടാണ്. അപ്പോൾ തന്നെ അത് പഠിക്കണം തോന്നി. അനുഗ്രഹിക്കപ്പെട്ടൊരു പാട്ടാണ്, അത് പാടണം തോന്നി. നാം പലപ്പോഴും പാട്ടുകൾ പാടുമ്പോൾ അതിൻ്റെ ലിറിക്സ് ശ്രദ്ധിക്കാറില്ല. നമ്മൾ അതിൻ്റെ ആ താളത്തിൻ്റെ ഒക്കെ അല്ലെ അതിൻ്റെ ടെമ്പോയിലും ബീറ്റിലും മ്യൂസിക്കിലും നമ്മൾ അങ്ങ് ചേർന്ന് പാടിപ്പോണം. ചിലപ്പോൾ അതിൻ്റെ ലിറിക്സിൻ്റെ മഹാത്മ്യം അല്ലെങ്കിൽ അതിൻ്റെ ആ ലിറിക്സിൻ്റെ ഭംഗി നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. ഹല്ലേലൂയ. ഇതൊരു പുതിയ പാട്ടാണ്, വളരെ നല്ല ഒരു ആരാധന ഗീതം. എൻ്റെ യേശുവിൻ പാദത്തിൽ പകരുന്നതാം നല്ല തൈലമാണ് ആരാധന, ഇതിലും വിലയേറിയതൊന്നുമില്ലേ, എൻ്റെ ദൗത്യമാണ് ആരാധന. സ്തോത്രം. ആരാധനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എൻ്റെ യേശുവിന് എൻ്റെ സ്നേഹമാണ് ആരാധന. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ആമേൻ, ഹല്ലേലൂയ, ഒരു എന്നെക്കാൾ മൂത്തൊരാണ് അങ്കിൾ എന്നോട് ചോദിച്ചു, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തിനാ പാപം ചെയ്യുന്നു? അപ്പോൾ ഹല്ലേലൂയ, പലരും അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മാനസാന്തരപ്പെട്ട ആ വ്യക്തി പാപം ചെയ്തത്. അങ്ങനെയില്ല. ഈ ലോകത്തിൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു വ്യക്തിയുമില്ല. അവൻ കർത്താവല്ലാതെ ഒരാൾ പെർഫെക്റ്റ് അല്ല. എന്നാൽ നമുക്ക് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് അവൻ ക്രിസ്തുവേശുവിന് അനുരൂപരായി തീരുവാനാണ്. അവൻ ഹല്ലേലൂയ. ഒരു പെർപ്പസ് അല്ല, ഒരു വിഷൻ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് വെച്ചിരിക്കുന്ന പേർപ്പസ് എന്ന് പറഞ്ഞാൽ വേറെ ആരോടാകാനല്ല, കർത്താവ് യേശു ക്രിസ്തുവിനോടാകാനാണ്. ഹല്ലേലൂയ. കർത്താവിനോട്ടാകുവാൻ നമുക്ക് കഴിയത്തില്ല. എന്നാൽ നമ്മുടെ ബുദ്ധിയാലും നമ്മുടെ കഴിവിനാലും പറ്റത്തില്ല. എങ്കിൽ ഹല്ലേലൂയ, ദൈവം തന്റെ ആത്മാവിനെ നമ്മളുള്ളിൽ തന്നു. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഞാൻ അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. എല്ലാവർക്കും അറിയാം. നമുക്കൊരു അവൻ
ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് ഉണ്ട്. ആമേൻ. നമ്മുടെ സ്പിരിറ്റ് മാത്രമേ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ സ്പിരിച്വലി അലൈവ് ആവുകയാണ്. ആത്മീയമായി മരിച്ചവരല്ല നമ്മെ ദൈവം നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കുകയാണ്. സ്തോത്രം. തൻ്റെ ആത്മാവിനെ നമ്മളുടെ തരികയാണ്. സ്തോത്രം. അതുവരെ ആ ഒരു ആത്മാവിൻ്റെ ഒരു സ്ഥാനം എംപ്റ്റിയാണ്. കാരണം ആദം ഏതെങ്കിലും പാപം ചെയ്തപ്പോൾ ആത്മീയമായി മരിച്ചു. ആമേൻ. അതാണ് പറയുന്നത്, നിങ്ങൾ മരിക്കുമെന്ന്. തിന്നുന്ന നാളിൽ അവർ കഴിച്ചു, അവർ മരിച്ചു. ആത്മീയമായിട്ട് ആത്മാവുണ്ടെങ്കിൽ മാത്രം നമുക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ആത്മാവില്ലാത്തൊരു വ്യക്തിക്ക് ഇതെല്ലാം പോഷത്വം. ആമേൻ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ജഡം ബലഹീനമാണ്. മറ്റുള്ള ഏത് വ്യക്തികളെ പോലെയും നമുക്കും പലത് കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമുക്കും ഇമോഷൻസ് ഉണ്ടാവും, നമുക്ക് ഫീലിങ്സ് ഉണ്ടാവും, പലതും ഉണ്ടാവും. അപ്പോൾ ബോഡി ഉടനെ നമുക്ക് നമ്മുടെ സോളിനും ഇതായിരിക്കും, ദേഹിക്ക് മെസ്സേജ് അയക്കും. ഇത് കണ്ടോ കേട്ടോ, ദേഹിക്ക് 3 പാർട്സ് ഉണ്ട്. ആമേൻ. വിൽ, ഇമോഷൻ, ആമേൻ, ആൻഡ് കോൺഷ്യൻസ്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ഹിതം, പിന്നെ നമ്മുടെ മനസ്സ്, പിന്നെ കോൺഷ്യൻസ്, നമ്മുടെ മനസ്സാക്ഷി. ആമേൻ. നേരത്തെ ഇത് രണ്ടും മാത്രമേ പ്രവർത്തിക്കുന്നുള്ളായിരുന്നു. ദേഹം കാണും, ദേഹിയോട് പറയും, ഉടനെ അത് പ്രവർത്തിക്കുന്നു, പാപം ചെയ്തു. എന്നാൽ ആത്മാവെന്ന് ആത്മീയമായി ജനിച്ചു കഴിയുമ്പോൾ ഒരു പാർട്ട് കൂടെ അലൈവായി ആത്മാവ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയും ചെയ്യരുത്, അത് ദൈവത്തിനെതിരെ പാപമാണ്. സ്തോത്രം. ആമേൻ. അപ്പോൾ നമ്മുടെ തീരുമാനമാണ്, വേണ്ട, അത് ചെയ്യേണ്ട, അത് പാപമാണ്. അങ്ങനെ പതുക്കെ പതുക്കെ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നു. പടിപടിയായിട്ടാണ് പോകുന്നത്. ഹല്ലേലൂയ. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? സ്തോത്രം. ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം. ഹല്ലേലൂയ. കർത്താവ്, ഞാൻ വിശുദ്ധനായിരിക്കുന്നവർ നിങ്ങളും വിശുദ്ധരായിരിക്കും. ആമേൻ. ദൈവത്തിനൊരിക്കലും പാപത്തോട് ചേർന്ന് നിൽക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. അതിനാണ് നമ്മെ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയത്. ഏതു നേരവും നമ്മൾ പാപം ചെയ്യാത്തവരല്ല, പാപം ചെയ്താൽ അവൻ നമ്മൾ കുറ്റം വന്നാൽ അപ്പോഴേ ദൈവസന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട് നേരെ പ്രാർത്ഥിക്കും. കർത്താവേ, നിന്റെ രക്തത്താൽ എന്നെ വീണ്ടും ഒന്നുകൂടെ കഴിയണമേ. ഏതു നേരം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് അടുത്ത് ചെല്ലുവാൻ കർത്താവ് നമുക്ക് വഴി തുറന്നു. സ്തോത്രം. ഹല്ലേലൂയ. അത് നാളെ രാവിലെ എടുക്കണം, നേരം എടുക്കണമെന്നൊന്നുമില്ല. അപ്പം. ആമേൻ. പണ്ട് നമ്മൾക്ക് കുറ്റബോധമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ആമേൻ. പിശാച് നമ്മളെ കണ്ടം ചെയ്യും, നമ്മളെ കുറ്റബോധം വരും. ദൈവം, ഇനി നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, നീ പാടിയിട്ട് കാര്യമില്ല, നീ പാപം ചെയ്ത് നിന്നെ ദൈവം നോക്കത്തില്ല. അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നത്? നമുക്ക് നമ്മൾ പാപബോധം വരുത്തുകയാണ്. അത് നീ ചെയ്ത് തെറ്റായിപ്പോയി, അത് ദൈവഹിതമല്ല, ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം. ആമേൻ. ഹല്ലേലൂയ. അപ്പം നമുക്ക് ആത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ സ്ലോലിയാണ്, ആമേൻ, ഹല്ലേലൂയ, നമ്മൾ ഈ ലോകത്തിന്റെ മോഹങ്ങളെ വിടുന്നത്. അതെന്തിനാ ചെയ്യുന്നത് വെച്ചാൽ കർത്താവിനോടുള്ള സ്നേഹം നിമിത്തമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പാട്ട് ആരാധന ദൈവത്തിന് ജീവയാഗമാണ് ആരാധന, ജീവൻ തന്ന എൻ്റെ യേശുവിനെ എൻ്റെ സ്നേഹമാണ് ആരാധന. ഇത് പ്രവർത്തിച്ചിട്ടല്ല നാം രക്ഷിക്കപ്പെട്ടത്. ആമേൻ. രക്ഷിക്കപ്പെട്ടതിന് ശേഷം കർത്താവിൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ട്. നമ്മളിൽ നല്ല പ്രവൃത്തി ദൈവം ആരംഭിച്ചു, നമ്മൾ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങിയ സ്തോത്രം. ആമേൻ. അതുകൊണ്ട് ഈ രാത്രികാലം നമുക്ക് ആ പാട്ടൊന്ന് ചേർന്ന് പാടാം. അതിൻ്റെ ആദ്യം ആ പാട്ട് ഞാൻ സ്ലോ ആയിട്ടൊന്ന് പാടുകയാണ്. അതിൻ്റെ വരികളൊന്ന് മനസ്സിലാക്കുകയാണ്. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എൻ്റെ യേശുവിന് എൻ്റെ സ്നേഹമാണ് ആരാധന. നമുക്കിപ്പോൾ പാടാം, ചേർന്ന് പാടാം. എൻ്റെ വരികളെ ശ്രദ്ധിക്കണം. സ്തോത്രം. എൻ്റെ യേശുവിൻ പാദത്തിൽ പകർന്നതാ നല്ല തൈലമാണ് ആരാധന. ഇതിലും വിലയേറിയതൊന്നുമില്ല, എൻ്റെ ദൗത്യമാണ് ആരാധന. ആമേൻ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ പാദത്തിൽ പകരുന്നതാ നല്ല തൈലമാണ് ആരാധന. എൻ്റെ യേശുവിൻ പാദത്തിൽ പകരുന്നതാ നല്ല തൈലമാണ് ആരാധന. ഇതിലും വിലയേറിയതൊന്നുമില്ലേ, എൻ്റെ ദൗത്യമാണ് ആരാധന. ഇതിലും വിലയേറിയതൊന്നുമില്ലേ, എൻ്റെ ദൗത്യമാണ് ആരാധന. ആരാധന ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എൻ്റെ യേശുവിന് എൻ്റെ സ്നേഹമാണ് ആരാധന. ആമേൻ. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന.
ജീവിതമാണ് എൻ്റെ ആരാധന. ഞാൻ യേശുവിലായതിനാൽ എൻ്റെ ജീവിത ശൈലിയാണ് ആരാധന. ഞാൻ യേശുവിൻ ആലയമാണ്. സ്തോത്രം. ഹല്ലേലൂയ. വചനം പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ തന്നെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ജീവിതമാണ് എൻ്റെ ആരാധന, ഞാൻ യേശുവിലായതിനാ. എൻ്റെ ജീവിതമാണ് എൻ്റെ ആരാധന, ഞാൻ യേശുവിലായതിനാ. എൻ്റെ ജീവിത ശൈലിയാണ് ആരാധന, ഞാൻ യേശുവിനാലയമാ. എൻ്റെ ജീവിത ശൈലിയാണ് ആരാധന, ഞാൻ യേശുവിനാലയമാ. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ആമേൻ. ജീവൻ തന്ന എൻ്റെ യേശുവിന് എൻ്റെ സ്നേഹമാണ് ആരാധന. ആമേൻ. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ആമേൻ. ജീവൻ തന്ന എൻ്റെ യേശുവിന് എൻ്റെ സ്നേഹമാണ് ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുന്നതാൽ എന്നും പുതിയതാണ് ആരാധന. തിരുസാന്നിധ്യം എന്നിൽ നിറയുന്നതാൽ തേജസ്സേറും ഈ ആരാധന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവെന്നെ നയിക്കുന്നതാൽ എന്നും പുതിയതാണ് ആരാധന. പരിശുദ്ധാത്മാവെന്നെ നയിക്കുന്നതാൽ എന്നും പുതിയതാണ് ആരാധന. തിരുസാന്നിധ്യമെന്നിൽ നിറയുന്നതാൽ തേജസ്സേറും ഈ ആരാധന. തിരുസാന്നിധ്യമെന്നിൽ നിറയുന്നതാൽ തേജസ്സേറും ഈ ആരാധന. ആമേൻ. ആരാധന ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. സ്തോത്രം. ജീവൻ തന്ന എൻ്റെ യേശുവിന് എൻ്റെ സ്നേഹമാണ് ആരാധന. ആമേൻ. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ആമേൻ. ജീവൻ തന്ന എൻ്റെ യേശുവിന് എൻ്റെ സ്നേഹമാണ് ആരാധന. ഹല്ലേലൂയ. സ്തോത്രം. സ്വർഗപിതാവിൻ മാറിൽ ചേർത്തിരുന്നാൽ ഈ ബന്ധമാണ് ആരാധന. സ്തോത്രം. തിരുക്കരങ്ങളിൽ ആശ്രയം വെച്ചതിനാൽ ഏതു നേരത്തും ആരാധന. സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗപിതാവിൻ മാറിൽ ചേർത്തതിനാൽ ഈ ബന്ധമാണ് ആരാധന. സ്വർഗപിതാവിൻ മാറിൽ ചേർത്തതിനാൽ ഈ ബന്ധമാണ് ആരാധന. തിരുക്കരങ്ങളിൽ ആശ്രയം വെച്ചതിനാൽ ഏതു നേരത്തും ആരാധന. തിരുക്കരങ്ങളിൽ ആശ്രയം വെച്ചതിനാൽ ഏതു നേരത്തും ആരാധന. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എൻ്റെ യേശുവിന് എൻ്റെ സ്നേഹമാണ് ആരാധന. ആമേൻ. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ഹല്ലേലൂയ. ആമേൻ. ജീവൻ തന്ന എൻ്റെ യേശുവിന് എൻ്റെ സ്നേഹമാണ് ആരാധന. എൻ്റെ യേശുവിൻ പാദത്തിൽ പകരുന്നതാം നല്ല തൈലമാണ് ആരാധന. എൻ്റെ യേശുവിൻ പാദത്തിൽ പകരുന്നതാം നല്ല തൈലമാണ് ആരാധന. ഇതിലും വിലയേറിയതൊന്നുമില്ലേ എൻ്റെ ദൗത്യമാണ് ആരാധന. ഇതിലും വിലയേറിയതൊന്നുമില്ലേ എൻ്റെ ദൗത്യമാണ് ആരാധന. ആമേൻ. ആരാധനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ആമേൻ. ജീവൻ തന്ന എൻ്റെ യേശുവിന് എൻ്റെ സ്നേഹമാണ് ആരാധന. ആമേൻ. ആരാധ്യന എൻ്റെ ദൈവത്തിന് ജീവയാഗം ആരാധന. ജീവൻ തന്ന എൻ്റെ യേശുവിന് എൻ്റെ സ്നേഹമാണ്
ആമേൻ. ജീവൻ തന്ന എൻ്റെ യേശുവിന് എൻ്റെ സ്നേഹം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Hallelujah. മഹത്വം കർത്താവിന്. Thank you Lord Jesus. Thank you Lord. Hallelujah. Hallelujah. Praise the Lord. എൻ്റെ പാറയാകുന്ന കർത്താവേ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. Hallelujah. മഹത്വം 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 മഹത്വം. Hallelujah. Hallelujah. സകല നാമത്തിൽ മേൽ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. Hallelujah. Praise the Lord. Hallelujah. മഹത്വം 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 മഹത്വം. Hallelujah. Hallelujah. ജീവൻ തന്ന എൻ്റെ യേശുവിന് എൻ്റെ സ്നേഹമാണ് ആരാധന. ആമേൻ. ജീവൻ തന്ന എൻ്റെ യേശുവിന് എൻ്റെ സ്നേഹമാണ് ആരാധന. ആമേൻ. ജീവൻ തന്ന എൻ്റെ യേശുവിന് എൻ്റെ സ്നേഹമാണ് ആരാധന. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സകലമാനവും മഹത്വവും തേജസ്സും പുകഴ്ചയ്ക്കും ബലത്തിനും യോഗ്യനായ ഹല്ലേലൂയ കർത്താവേ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പാട്ടുകാരൻ പറഞ്ഞ പോലെ worship is an expression of love and joy. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു എക്സ്പ്രഷനാണ് ആമേൻ. ഹല്ലേലൂയ. ആരാധന അത് ഫോഴ്സ്ഫുള്ളി അല്ല വേണ്ടി, അത് ആമേൻ. ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വേണം. ഹല്ലേലൂയ. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ആരാധിക്കുമ്പോൾ സന്തോഷത്തോടെ വേണം കൊടുക്കും, നന്ദിയുള്ളവരായി. സ്തോത്രം. ഇതിനൊന്നും ഒരു യോഗ്യതയും നമുക്ക് ആർക്കും പറയാനില്ല. സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിലെ പോഷിത്തമായ, ലോകത്തിലെ ബലഹീനമായ നമ്മളെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നും നാം ബലഹീനരാണ്. സ്തോത്രം. ഹല്ലേലൂയ. എങ്കിലും കർത്താവ് ആമേൻ ദൈവം നമ്മെ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം സ്തോത്രം. ഹല്ലേലൂയ. തന്റെ കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ആമേൻ അടുത്തൊരു പാട്ട് കുഞ്ഞുങ്ങൾ ചേർന്ന് പാടും. ഹല്ലേലൂയ. ഐ കം ബിഫോർ യു ടുഡേ എന്നുള്ള പാട്ട് അവർ പാടും. Praise the Lord. Thank you, Lord.
ഹല്ലേലൂയ. നാം പലരും പറയുന്നൊരു കാര്യമാണ്, ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ല, ഞാൻ കള്ളത്തരം കുറ്റം ഒന്നും ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ പാപിയായി തീർന്നത്? ആമേൻ. സ്തോത്രം. നാം എല്ലാം ആദമിൽ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയതാണ് ഈ പാപം. ആമേൻ. ഹല്ലേലൂയ. അതങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ആമേൻ, നാം ജനിക്കുമ്പോൾ ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ പിതാവിലാണ്, എൻ്റെ പിതാവ് തൻ്റെ ഗ്രാൻഡ് ഫാദർ, അങ്ങനെ ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ നാം എല്ലാം ആദമിലല്ല. ആമേൻ. നമ്മളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചല്ല, നാം എല്ലാം ആദമിലുണ്ടായിരുന്നു. ആദമിൽ നിന്ന് ഇങ്ങനെ മക്കൾ, ഗ്രാൻഡ് മക്കൾ, അങ്ങനെ വന്നാണ് നാം അങ്ങനെ ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയതാണ് ആമേൻ ഈ പാപ സ്വഭാവം. ആമേൻ. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും ജന്മനാൽ ആമേൻ ദൈവസന്നിധിയിൽ പാപിയാണ്. ആമേൻ. ഹല്ലേലൂയ. അത് ആരും പ്രത്യേകിച്ച് ഒരു തെറ്റ് ചെയ്യുന്നത് കൊണ്ടല്ല. കുഞ്ഞുങ്ങളെ ആരും നുണ പറയാനോ കള്ളത്തരം കാണിക്കാനോ പഠിപ്പിക്കേണ്ട. അവരത് ചെയ്തോളൂ. അവർക്കൊരു പ്രായമാകുമ്പോൾ അവർ തന്നെ അത് ചെയ്തോളും. ഹല്ലേലൂയ. അത് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ആമേൻ. ഇൻഹെറിറ്റൻസിനെ പറ്റി പറയുമ്പോൾ ആമേൻ, അവകാശമായി തലമുറകൾ പിതാക്കന്മാരുടെ അവകാശങ്ങളായി ലഭിക്കുന്നവർ. ഇപ്പം എനിക്ക് ഒരു വീട്, ആമേൻ, എനിക്ക് ഷെയർ കിട്ടി. അത് എൻ്റെ പപ്പ ഉണ്ടാക്കിയത്. ആമേൻ. എൻ്റെ മമ്മി അതെനിക്ക് ഇൻഹെറിറ്റൻസ് ആയിട്ട് തന്നാണ്. ഞാൻ അതിനുവേണ്ടി ഒന്നും ചിലവാക്കിയില്ല. അതെനിക്ക് അവകാശമായി ലഭിച്ചാണ്, കുടുംബസ്വത്തായിട്ട്. ഹല്ലേലൂയ. ഒരു എക്സാമ്പിൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ദൈവം എനിക്ക് തന്നാണ്. പറയുന്നത്, നമ്മുടെ നാട്ടിൽ ആൾക്കാരെ ഇങ്ങനെ ഓരോരുത്തരുടെ തൊഴിലനുസരിച്ച് വിളിക്കാറുണ്ട്. ഞാൻ അത് പറയുകയല്ല, അങ്ങനെ ഒരു ഇത് പറയുന്നത് എക്സാമ്പിളിന് വേണ്ടി പറയുകയാണ്. ഇപ്പോൾ കൊല്ലന്മാരാണെങ്കിൽ അവർ ബ്ലാക്ക് സ്മിത്ത്, കൊല്ലന്മാരാണെങ്കിൽ അവർ ഇരുമ്പ് കൊണ്ട് പണിയെടുക്കുന്നവരാണ്. പണ്ട് അമ്മച്ചിമാരൊക്കെ പറയുന്നിട്ടുണ്ട്, ആമേൻ, കൊല്ലൻ ആണ്, അല്ലെ പയ്യൻ കൊല്ലൻ ചെറുക്കനാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആ പയ്യൻ, ആ കൊച്ചുമോൻ, ആ ചെറുക്കൻ, ആ കുഞ്ഞ്, ആമേൻ, അല്ലെ ആ പയ്യൻ, അവൻ ഒരു ഇരുമ്പും കൊണ്ടൊരു സാധനം ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ അവൻ ആ പേര് വീഴും. ആമേൻ. കാരണം അവൻ്റെ ട്രേഡ്, അവൻ്റെ ഫാമിലി ട്രേഡാണ് ഗോൾഡ് സ്മിത്ത്, അല്ലെങ്കിൽ ബ്ലാക്ക് സ്മിത്ത്, അല്ലെങ്കിൽ ഇനി ഗോൾഡ് സ്മിത്ത് ആണെങ്കിൽ, തട്ടാനാണെങ്കിൽ അങ്ങനെ. ആമേൻ. പക്ഷെ അത് എപ്പോഴാണ് മാറുന്നത്? ഇപ്പം ഈ കുഞ്ഞ് പഠിച്ച് വളർന്ന് അവനൊരു ഡോക്ടറായെന്ന് വെച്ചു. അപ്പോൾ കൊല്ലൻ ഡോക്ടർ എന്ന് ആരും പറയത്തില്ല, പിന്നെ അവൻ്റെ പേര് ഡോക്ടർ എന്നേ പറയത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. അവൻ ഒരു കാര്യം ചെയ്തപ്പോൾ അവൻ്റെ ആ പേരിൽ നിന്ന് മാറ്റി. ഹല്ലേലൂയ. എന്ന് പറയുന്ന പോലെ നാം ഇൻഹെറിറ്റ് ചെയ്തതാണ് ഈ പാപ സ്വഭാവം. നമ്മൾ ഉണ്ട്, ഇത് എല്ലാ മനുഷ്യരിലും ഉണ്ട്, ഇതിനകത്തുണ്ട്, നമ്മുടെ ജന്മന, ആമേൻ, നമ്മുടെ ഉള്ളിൽ ഉള്ള ഒരു സാധനമാണ്. അതിനെയാണ് ദൈവം തൻ്റെ പുത്രനിൽ കൂടെ, ആമേൻ, നമ്മളെ വീണ്ടെടുക്കുമ്പോൾ ഈ പാപ സ്വഭാവത്തിൽ നിന്നാണ് നമ്മളെ വീണ്ടെടുക്കുന്നത്. സ്തോത്രം. ആമേൻ. കർത്താവ് ഇവൻ യേശു എന്ന് പേര് വിളിക്കും, ഇവൻ ജനത്തെ തൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും നമുക്കറിയത്തില്ല, പല ക്രിസ്ത്യാനികൾക്കും അറിയത്തില്ല യേശു എന്തിൽ നിന്നാണ് രക്ഷിച്ചത്, എന്തിനാ കാൽവരി ക്രൂശിന്മേൽ യാഗമായത് എന്നൊരു പിടിയുമില്ല. ആമേൻ. ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കും, ടാബ്ലോ നടത്തും, പലതും ചെയ്യും. പക്ഷെങ്കിൽ എന്തിൽ നിന്നാണ് യേശുവിനെ രക്ഷിച്ചത്? ആമേൻ. കർത്താവ് എന്തിനാണ് കാൽവരി ക്രൂശിന്മേൽ മരിച്ചത്? ഇതൊന്നും പലർക്കും അറിയത്തില്ല. ആമേൻ. നിങ്ങൾ ഇതിനകത്ത് അറിയാത്തടത്തോളം ആ കർത്താവിന് ക്രിസ്തുയേശുവിന്റെ മരണ പുനരുത്ഥാനത്തിൽ പങ്കാളികളാകത്തോളം കാലം, സ്തോത്രം, ആമേൻ, നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ അവകാശങ്ങളില്ല. സ്തോത്രം. ഹല്ലേലൂയ. പാരമ്പര്യമായി പിന്തുടർന്നു വരുന്നത് പലതും ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുമ്പോൾ അത് മാറുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള നമ്മൾ പിന്നെ ദൈവത്തിന്റെ അവകാശികളായിത്തീരണം. ദൈവത്തിൽ നിന്നാണ് പിന്നെ നാം പലതും അവകാശമാണ്. അതിങ്ങനെ ക്രിസ്തുയേശുവിൽ കൂടെയാണ് നാം അവകാശികളായിത്തീരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് കാൽവരി ക്രൂശിന്മേൽ മരിച്ചപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, അനേക കഷ്ടങ്ങളേറ്റു, ഒത്തിരി കഷ്ടങ്ങളേറ്റു. ആമേൻ. പാഷൻ ഓഫ് ക്രൈസ്റ്റ് മൂവി കണ്ടു കഴിഞ്ഞാൽ, മെൽ ഗിബ്സന്റെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന മൂവി കണ്ടു കഴിഞ്ഞാൽ കരയാത്തൊരു വ്യക്തിയുമില്ല, ആരും കാണും. കാരണം അതിനകത്ത് അത്ര ക്രൂരമായ രീതിയിലാണ് ഇത് പിക്ചർ ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും നടന്നാണ്, അത്രയും വേദനയാണ്. പക്ഷെ അത് കരയുന്ന വ്യക്തികൾ ആരും യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നത് ഞാൻ പറയത്തില്ല. അല്ല, അവരാരും കരയുന്നവരാരും സ്വർഗത്തിലും പോകത്തില്ല. ആമേൻ. ഹല്ലേലൂയ. അത് വെറുതെ ഒരു ഇമോഷനാണ്, അത് മനുഷ്യൻ ഇമോഷൻ. ഇന്നും ആ ക്ലിപ്സ് കാണുമ്പോൾ ഞാൻ നോക്കാറില്ല, കാരണം ആണി അടിക്കുന്നതൊക്കെ കാണുമ്പോൾ അത് ശരിക്കും നടന്നതാണ്. അവൻ ഇമോഷന്റെ പുറത്തല്ല ദൈവത്തെ സ്നേഹിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ നിന്നാണ്. സ്തോത്രം. ഇത് നടന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. ആമേൻ. ഞാൻ മരിക്കേണ്ടടുത്ത് എൻ്റെ സ്ഥാനത്താണ് കർത്താവ് മരിച്ചത്. ഡോക്ടർ രവി സക്രിയാസ് പറഞ്ഞിട്ടുണ്ട്, ആമേൻ, one place in the history where love, justice and evil converged was at the cross of Calvary. One place in the history
where love, evil and justice converged was at the cross of Calvary. Amen. സ്നേഹവും നീതിയും, ആമേൻ, ദുഷ്ടതയും ഒരുമിച്ച് ചേർന്ന ഒരു സ്ഥലം കാൽവരി ക്രൂശിലാണ്. സ്തോത്രം. അവിടെ പിതാവിന്റെ വലിയ സ്നേഹമാണ് നമ്മളെ കാണിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. തന്റെ പുത്രനെ നമുക്ക് യാഗമാക്കി നൽകിയതോടുകൂടി. സ്തോത്രം. ഹല്ലേലൂയ. ജസ്റ്റിസ് എന്ന് പറയുന്നത് പാപത്തിന്റെ ശമ്പളമാണ്. ആമേൻ. ദൈവത്തിന്റെ ക്രോധം, ആമേൻ, തൻ യേശുവിന്റെ മേൽ ചൊരിയപ്പെട്ടു. ആമേൻ. ദൈവകോപത്തിൽ വെന്തിരിഞ്ഞവനാം രക്ഷകരിൽ നിന്ന് ജീവിക്കുന്നുവെന്ന് നാം പാടുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കോപം, the wrath of God was put upon Christ. അത് നമുക്ക് വേണ്ടി 53-ാം യെശയ്യാ പ്രവചനം 53-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർക്കപ്പെട്ടു. ആമേൻ. ഹല്ലേലൂയ. ദൈവം അവനെ തകർത്തു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അറക്കുവാൻ കൊണ്ടുവന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നതിന് മുൻപാകെ മിണ്ടാതെ നിൽക്കുന്ന ആടിനെ പോലെ അവൻ മിണ്ടാതെ നിന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ നോക്കി കരയണ്ട. കർത്താവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയത് വഴിക്കെല്ലാം കൊണ്ടുപോയപ്പോൾ ആൾക്കാർ കരഞ്ഞു. നിങ്ങൾ എന്നെ നോക്കി കരയണ്ട, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുക. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നാം കാണുമ്പോൾ, ഇത് കാണുമ്പോൾ ഇമോഷൻസിന്റെ പുറത്തിലല്ല, ആമേൻ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വേണം വരാനായിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് വേണ്ടിയിട്ടാണ് ഇത്. ഈ രക്ഷ ഏറ്റെടുത്തില്ലെങ്കിൽ ഇങ്ങനെയാണ് ശിക്ഷ, ഭയങ്കരമായ ശിക്ഷയാണ്, നമ്മളെ ജഡ്ജ്മെന്റാണ് നമ്മളെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ബ്രോൺസ് സർപ്പൻ, പിച്ചള സർപ്പത്തെ മോശയോട് ഉണ്ടാക്കാൻ പറഞ്ഞ അവിടെ ഇട്ടു. പലരും വിചാരിച്ച് ഇത് ഫൂളിഷ്നെസ് ആണ്, ഇത് പൊട്ടത്തരമാണ്, ഇതിനെ നോക്കിയാൽ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? വേണ്ടിയവൻ നോക്കിയാൽ മതി. നോക്കിയാൽ നീ ജീവിക്കും. പാമ്പ് എന്തായാലും കടിക്കും. നിനക്ക് ജീവിക്കണമെങ്കിൽ നീ അതിലെ നോക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അത് ഷാഡോ ആണ്. ആമേൻ. കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ ഷാഡോ ആണ്. നിനക്ക് വേണമെങ്കിൽ ഇതെടുക്കാം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ നാളും കർത്താവ് വരുന്ന കാലം എടുക്കാറായി. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം. സ്തോത്രം. വരവിനായി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഒറ്റ ചാൻസേ ഉള്ളൂ. എപ്പം മരിക്കും നമുക്ക് ആർക്കും അറിയത്തില്ല. അല്ലെ കർത്താവ് എപ്പം വരും നമുക്കറിയത്തില്ല. എപ്പോഴും ഒരുങ്ങിയിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. തന്റെ മണവാട്ടി എന്നാണ്. കർത്താവിനെ സ്നേഹിക്കുക. അവൻ സ്നേഹത്തിലെ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. വിശ്വാസം, സ്നേഹം, പ്രത്യാശ മൂന്നുണ്ട്. എന്നാൽ അതിൽ നിലനിൽക്കുന്ന സ്നേഹം, അവിടെ പറയുന്ന സ്നേഹം ഏറ്റവും ആദ്യം ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ വരും, ശോധനകൾ വരും, കഷ്ടതകൾ വരും. അത് ദൈവം അനുവദിച്ചിട്ടാണ്. കാരണം നമ്മളെ പണിയുവാനാണ്. നമ്മളെ വേദനിപ്പിച്ച് ദുഃഖിപ്പിച്ച് ദൈവം സന്തോഷിക്കുകയല്ല, നമ്മളെ പണിയുവാൻ. ഈ ദൈവം ആരാണെന്ന് പ്രതികൂലങ്ങളുടെ മധ്യേ നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇരുന്നുകൊണ്ട് കർത്താവ് രക്ഷിക്കുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. ആമേൻ. ഒരു ചെങ്കടലുണ്ടായിരുന്നെങ്കിൽ അതിനെ പിളർത്തിയിട്ട് അതിൻ്റെ വഴി ഉണ്ടാക്കി ദൈവം തൻ്റെ ജനത്തെ കാണിക്കത്തുള്ളായിരുന്നു. അങ്ങനെ ഓരോ ശോധനക്കൂടെ നമ്മളെ വിട്ട് പൊന്നുപോലെ ദൈവം നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റും. വിശ്വാസവും പ്രത്യാശയും വേണം, എങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റും. നാം ചെയ്യുന്നത് സ്നേഹത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. ആദ്യമേ നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുക, പിന്നെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ അടുത്തൊരു പാട്ടോടെ പാടാണ്. ആമേൻ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. അറിയാവുന്നവർ അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് ഞങ്ങളോടൊപ്പം ചേർന്ന് പാടുക. സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ. എന്റെ സ്നേഹം നിനക്ക്
തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എൻ്റെ പാപമെല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമായി. സ്തോത്രം. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എൻ്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. എൻ്റെ സ്നേഹം അങ്ങയ്ക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റേതെല്ലാം അങ്ങയ്ക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എൻ്റെ സ്നേഹം അങ്ങയ്ക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റേതെല്ലാം അങ്ങയ്ക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എൻ്റെ ധനവും മാനവും നിന്റെ മഹിമയ്ക്കായി മാത്രം. ലോകസ്നേഹം നേടുകില്ല, ജീവിക്കും ഞാൻ അങ്ങയ്ക്കായി മാത്രം. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം. ലോകസ്നേഹം തേടുകില്ല, ജീവിക്കും ഞാൻ അങ്ങേയ്ക്കായി. എൻ്റെ ധനവും എൻ്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം. ലോകസ്നേഹം തേടുകില്ല, ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റേതെല്ലാം അങ്ങയ്ക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എൻ്റെ സ്നേഹം അങ്ങയ്ക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റേതെല്ലാം അങ്ങയ്ക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. ഹല്ലേലൂയ, ഹോസന്ന. ഹല്ലേലൂയ, ഹോസന്ന. ഹല്ലേലൂയ, ഹോസന്ന. ഹല്ലേലൂയ, ഹോസന്ന. ആമേൻ. ഹല്ലേലൂയ, ഹോസന്ന. ഹല്ലേലൂയ, ഹോസന്ന. ഹല്ലേലൂയ, ഹോസന്ന. ഹല്ലേലൂയ, ഹോസന്ന. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത ഒരു പാട്ട് പാടാണ്. ഞാൻ കാണും പ്രാണനാഥനെ ശോഭയേറും വെൺപുരി.
ഞാൻ കേൾക്കും നാഥൻ ഇമ്പസ്വരം ദൂരമല്ലോ ദൂരമോ വിദൂരമല്ല. സ്തോത്രം. ഒരു മിനിറ്റ് ഒരു വേദവാക്യം വായിക്കണം. ഒരു മിനിറ്റ്. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 53-ാം അധ്യായം ഫുള്ളും കർത്താവിന്റെ ക്രൂശമരണത്തെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. 700 വർഷം മുമ്പേ എഴുതിയതാണ് യെശയ്യാപ്രവചനം. അത് നിവൃത്തിയായി കർത്താവിനോട്. ആമേൻ. ഹല്ലേലൂയ. അതിനകത്ത് ഒരു വാക്യം ഞാൻ വായിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. But the Lord was pleased to crush him, putting him to grief, if he would render himself as a guilt offering. 10-ാം വാക്യമാണ്. എന്നാൽ അങ്ങനെ അവനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി അവന്റെ പ്രാണൻ ഒരു അകൃത്യ യാഗമായി തീർന്നു. സ്തോത്രം. 11-ാമത്തെ വാക്യം കൂടെ വായിക്കുന്നു. അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇതിനകത്ത് ആ അകൃത്യയാഗം എന്നുള്ളത് മാത്രം അതിനകത്ത് ഒരു ചെറിയ കാര്യം മാത്രം ഞാൻ പറയണം. പലപ്പോഴും നാം എഴുതി കളയുന്ന നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പഴയ നിയമം. എന്നാൽ പഴയ നിയമം പഠിച്ചെങ്കിൽ മാത്രമേ പുതിയ നിയമത്തിന്റെ പ്രാധാന്യം നമുക്ക് അറിയത്തുള്ളൂ. കാരണം പഴയ നിയമം പുതിയ നിയമത്തിന്റെ നിഴലാണ്. അവിടെ എഴുതിയിരിക്കുന്ന ഓരോ കാര്യവും ആമേൻ പുതിയ നിയമത്തിലുള്ള കർത്താവ് നിവർത്തിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ അകൃത്യയാഗത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. അവിടെ അകൃത്യയാഗം എന്ന് പറയുമ്പോൾ ആമേൻ ഒരു ആടിനെ ആമേൻ യാഗമാക്കണം. ആമേൻ മെയിൽ ഗോട്ട് വിത്തൗട്ട് എഫക്റ്റ്. ആമേൻ. ഹല്ലേലൂയ. ഊനമില്ലാത്ത ഒരു ആടി യാഗമാക്കണം. സ്തോത്രം. അത് ആരാണ് ആ വ്യക്തി കൊണ്ടുവരുമ്പോൾ എന്തിനാന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഓഫറിംഗ് എന്തിനാണ് ഞാൻ പറയുന്നത്. പക്ഷെ ആ ആടിനെ മാത്രം ഞാൻ പറയണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയും. എല്ലാ യാഗത്തിലും അവൻ അതിനകത്ത് കർത്താവിനെ കാണിക്കണം. സ്തോത്രം. ആ ആടിനെ പുരോഹിതനെടുത്ത് പുരോഹിതനാണ് ഉറപ്പ് വരുത്തേണ്ടത് ഈ ആടിന് ഒരു കുഴപ്പമില്ല, ഊനമില്ല. അങ്ങനെയുള്ള ഒരു ആടിനെ മാത്രമേ ദൈവത്തിന് ആമേൻ യാഗം കഴിക്കുവാൻ പാടുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. അല്ലെങ്കിൽ അതൊരു അബോമിനേഷനാണ്. ആമേൻ. ഗോഡ് വിത്തൗട്ട് ബ്ലെമിഷ് ആൻഡ് ഡിഫെക്റ്റ്. ആമേൻ. അതിന് ഊനമില്ല, കുറവുകളില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുന്ന പുരോഹിതനാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ. ആമേൻ. ഹല്ലേലൂയ. ക്രൂശമരണത്തിന് മുമ്പേ ആമേൻ അവിടെ 3 വിസ്തരിച്ചത്. ആമേൻ. ഹല്ലേലൂയ. ആദ്യം മഹാപുരോഹിതൻ. ആമേൻ. ഹല്ലേലൂയ. അവർ നോക്കിയിട്ടൊന്നും കർത്താവിന് യാതൊരു കുറവും കാണാൻ പറ്റുന്നില്ല. അവർ കള്ളസാക്ഷികളെ കൊല്ലുന്നു, എന്നിട്ടും ഒന്നും ഒരു രക്ഷയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. ഹല്ലേലൂയ. ആമേൻ. പുരോഹിതൻ ഉറപ്പുവരുത്തി. പുരോഹിതനാണ് ഉറപ്പുവരുത്തുന്നത് ഈ യാഗമൃഗത്തിന് ആടിന് യാതൊരു ഡിഫക്റ്റും ഇല്ലെന്നുള്ളത്. കർത്താവിന്റെ മരണത്തിന്റെ സമയത്ത്. സ്തോത്രം. ഹല്ലേലൂയ. ക്രൂശമരണത്തിന് മുമ്പേ ആമേൻ പുരോഹിതന്മാർ നോക്കിയിട്ട് ഇവന്റെ ഒരു കുറ്റവും കാണുന്നില്ല. അതുകൊണ്ട് കള്ളസാക്ഷികളെ കൊല്ലുന്നു, എന്നിട്ടുമില്ല. ആമേൻ. ഹല്ലേലൂയ. അതെല്ലാം സ്ക്രിപ്ചറിന്റെ നിവൃത്തിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പോണ്ടിയസ് പൈലറ്റിന്റെ അടുത്ത് പൈലറ്റും പറഞ്ഞു ഇവന് ഞാനൊരു കുറ്റവും കാണുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. ലാസ്റ്റ് പറഞ്ഞു ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. പൈലറ്റും പറഞ്ഞു ആമേൻ. ഹല്ലേലൂയ. ഇവനിലേക്ക് യാതൊരു കുറ്റവുമില്ല. ഹേറോദിന്റെ അടുത്ത് വിട്ടു. ഹേറോദിനും ഒന്നും പറയാനില്ല. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ആണ് ദൈവത്തിന്റെ കുഞ്ഞാടായ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. സ്തോത്രം. ഹല്ലേലൂയ. പുരോഹിതൻ ഉറപ്പുവരുത്തി ദാറ്റ് ഈസ് വിത്തൗട്ട് ഡിഫെക്റ്റ്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ഈ സ്ക്രിപ്ചറിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ വെറുതെ വായിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ അർത്ഥമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അത് പുതിയ നിയമത്തിൽ ആമേൻ. ഹല്ലേലൂയ വരുമ്പോൾ കർത്താവിന്റെ യാഗത്തോട് ബന്ധപ്പെട്ടാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ആമേൻ ദൈവമക്കളായ നമുക്ക് എന്താണ് ഹല്ലേലൂയ കർത്താവ് ദൈവം തന്ന എന്താണ് അതുകൊണ്ട് കിട്ടിയത്? നമുക്ക് എന്താണ് കിട്ടിയത്? സ്തോത്രം. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം. സ്തോത്രം. അതിന്റെ 15-ാമത്തെ വാക്യം മുതൽ 18-ാമത്തെ വാക്യം വരെ വായിച്ചത്. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സദ്ഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷീകരിക്കുന്നു. പരിശുദ്ധാത്മാവാണ് നമുക്കത് ടെസ്റ്റിഫൈ സാക്ഷീകരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിൻ്റെ അരുളപ്പാട് എന്ന് അരുളി ചെയ്തിരിക്കുന്നു. അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കയില്ല എന്നരുളി ചെയ്തു. എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ആലോചിക്കണം. ഹല്ലേലൂയ. യഹൂദന്മാർക്ക് പാപപരിഹാരത്തിന്റെ യാഗം കഴിക്കാതെ ദൈവസന്നിധി നിൽക്കാൻ പറ്റത്തില്ല. അവർക്ക് എല്ലാത്തിനും യാഗമുണ്ട്. ആമേൻ. വർഷത്തിലൊരിക്കൽ മഹാപാപ പരിഹാരത്തിന്റെ യാഗമുണ്ട്. അവർക്കതില്ലാതെ നിലനിൽക്കാൻ പറ്റത്തില്ല.
പക്ഷെ ഇപ്പൊ നോക്കി, ഹല്ലേലൂയ, യെരൂശലേമിലെ ആ ദേവാലയം റോമൻ സേന നശിപ്പിച്ചു. ഇപ്പോൾ അവർക്കൊരു ദേവാലയമില്ല, അവർക്ക് യാഗം കഴിക്കാം. ആമേൻ. യഥാർത്ഥത്തിൽ നോക്കിയാൽ പാപപരിഹാരമില്ലാതെ യഹൂദന്മാർക്ക് നിലനിൽക്കാൻ പറ്റുന്നു. പക്ഷെ ഇപ്പൊ അവർക്ക് പാപപരിഹാരത്തിന് യാഗം കഴിക്കുവാൻ, ഒരു യാഗം കഴിക്കാൻ അവർക്ക് ദേവാലയമില്ല. ആമേൻ. പക്ഷെ ബൈബിളിൽ നോക്കിക്കോ, ഹല്ലേലൂയ, ഇനിയും ഒരു യാഗമില്ല, എന്നേക്കുമായിട്ടുള്ളൊരു യാഗം കർത്താവ്. ഇനിയൊരു യാഗമില്ല. ആമേൻ. അതിന്റെ ആവശ്യമില്ല. കാരണം ഹല്ലേലൂയ, പരമയാഗമായി ഒരുവൻ തീർന്നു. സ്തോത്രം. എല്ലാ യാഗങ്ങൾക്കും ആമേൻ. ഹല്ലേലൂയ. ആ ദേവാലയത്തിൽ ആമേൻ യാഗം തുടങ്ങുന്നത് രാവിലെ 9 മണിക്ക്. ആമേൻ. യെരൂശലേമിലെ ദേവാലയത്തിൽ അവസാനത്തെ യാഗം 3 മണിക്ക്. അതിൻ്റെ ഉള്ളിലാണ് ബാക്കി എല്ലാ യാഗങ്ങളും നടക്കുന്നത്. ആമേൻ. കർത്താവിനെ ക്രൂശിൽ തറച്ചപ്പോൾ രാവിലെ 9 മണിക്ക്, കർത്താവ് മരിക്കുന്നത് 3 മണിക്ക്, 6 മണിക്കൂർ ക്രൂശിൽ. ആമേൻ. അപ്പം കർത്താവിൻ്റെ യാഗമാണ് ഏറ്റവും പരമയാഗം. കാരണം ബാക്കി എല്ലാ യാഗങ്ങളും അതിനകത്തുണ്ടായിരുന്നു. സ്തോത്രം. ഇനിയും ഒരു യാഗമില്ല. യഹൂദന്മാർക്കാട്ടെ അവർക്ക് ഇനി പാപപരിഹാരത്തിനായിട്ട് യാഗം കഴിക്കേണ്ട ഒരു ദേവാലയം, അതിൻ്റെ ആവശ്യമില്ല. ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഇനി പാപത്തിൻ്റെ ഒരു യാഗമില്ല. അവിടെയും ആമേൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആമേൻ ഹല്ലേലൂയ പ്രവചന നിവൃത്തിയാണ്. നാം നോക്കിയാൽ ആമേൻ അത് നടന്നു കഴിഞ്ഞു. അങ്ങനെയും കർത്താവിൽ വിശ്വസിക്കാം. ആമേൻ ഹല്ലേലൂയ കർത്താവിൽ വിശ്വസിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കാണിക്കുന്നത് കർത്താവിൻ്റെ ആമേൻ ഹല്ലേലൂയ ക്രൂശുമരണത്തെയാണ്. ദൈവം ചെയ്തത്. എബ്രഹാമിനോട് പറഞ്ഞു, ആമേൻ, ഭാരന്റെ മേൽ കൈവയ്ക്കരുത്. സ്തോത്രം. അവിടെ ഒരു ആട്ടുകൊറ്റനുണ്ട്, അതിനെ എടുത്ത് ഞാൻ കഴിക്കണം. യഹോവ ഈരെ എന്ന് പേരിട്ട് ദൈവം കരുതിക്കൊള്ളു. സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ആ മോറിയ മലയിൽ തന്നെയാണ് സ്തോത്രം കാൽവരിയിൽ ആമേൻ ഹല്ലേലൂയ കർത്താവ് യാഗമായത്. ദൈവം നമുക്ക് വേണ്ടി കരുതിയ സ്തോത്രം. ദൈവത്തിന്റെ കുഞ്ഞാണ് കർത്താവ്. സ്തോത്രം. ഈ ബൈബിൾ വായിച്ചു പോകുമ്പോൾ ഒരു കഥ പോലെ വായിക്കില്ല. അതിനകത്ത് ആഴമേറിയ മർമ്മങ്ങളുണ്ട്. സ്തോത്രം. അത് മനസ്സിലാകുമ്പോഴേ ഈ ദൈവം ആരാണ്, എത്ര വലിയ സ്നേഹമാണ് നമുക്ക് തന്നതെന്നും നമുക്ക് മനസ്സിലാവുന്നു. എന്നാൽ ഈ സ്നേഹത്തെ വേണ്ടാന്ന് എഴുതി കളഞ്ഞാൽ തള്ളിയാൽ നിങ്ങളുടെ ചോയ്സാണ്, നമ്മുടെ ചോയ്സാണ്. വലിയ വില കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. വേറെ ഒരുത്തിനും രക്ഷയില്ല. ഒരു അപ്പോസ്തലനും ഒരു പുണ്യാളനും ആരിലും രക്ഷയില്ല. ഒരുവനിൽ മാത്രം. ഹല്ലേലൂയ കർത്താവ് യേശു ക്രിസ്തുവിൽ മാത്രം. അവൻ്റെ കാന്തയായി അവനെ സ്നേഹിക്കുക. സകല കർത്താവിൻ്റെ സകല നന്മയ്ക്കായി. ഹല്ലേലൂയ. ഇത് ആർക്കും ഇന്ന് രാത്രികാലം ആരൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഇനി ഇതാരൊക്കെ കാണുന്നു വരത്തില്ല. നിങ്ങൾ ഏത് ആളായിരുന്നാട്ടെ, നിങ്ങൾ ഏത് പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നവരാട്ടെ, ഒരു പള്ളിയിലോ ദേവാലയത്തിലോ പോയി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇരിക്കുന്നിടത്തിരുന്നുണ്ട്, കർത്താവെ എന്നെ രക്ഷിക്കണമേ, എന്നെ വീണ്ടെടുക്കണമേ, എന്നെ രക്ഷിക്കണമേ കർത്താവ്. ആകുന്നിടത്ത് കർത്താവിനെ നിങ്ങളുടെ ഹൃദയം സമർപ്പിച്ചാൽ മതി. ഹല്ലേലൂയ. അവൻ നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. സ്തോത്രം. ആമേൻ. അവനുമായിട്ട് ഒത്തുള്ള നടപ്പ് ഉള്ളൊരു ജീവിതം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച നമ്മുടെ ജീവന്റെ കർത്താവ് പിന്നെ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് അറിയാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്നും അനുവദിക്കുകയില്ല, ഒന്നും സംഭവിക്കുകയില്ല. ഞാൻ പറഞ്ഞു, പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ വരും. ഹല്ലേലൂയ. നിന്റെ ബോട്ടിൽ കർത്താവ് ഉണ്ടെങ്കിൽ തിരമാലകൾക്ക് നിന്നെ മുക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. തിരകളുടെ മേൽ നടക്കുന്നവൻ അവന്റെ കാൽപാദം അവൻ ഉയരുന്ന തിരമാലകളുടെ പുറത്താണ്. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തൊരു പാട്ട് പാടാം. ഞാൻ കാണും പ്രാണനാഥൻ. എത്ര പേർക്ക് ആമേൻ സ്നേഹമുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഈ കർത്താവിനെ നേരിട്ട് കാണണം. ഹല്ലേലൂയ. ശോഭയേറും വെൺപുരി. സ്തോത്രം. പാടാം. ഞാൻ കാണും പ്രാണനാഥനെ ശോഭയേറും വിൺപുരിയിൽ
നിൻപസ്വരം ദൂരമോ വിദൂരമല്ല. ഞാൻ കാണും പ്രാണനാഥനെ ശോഭയേറും വിൺപുരിയിൽ. ഞാൻ കേൾക്കും നാദനിൻപസ്വരം ദൂരമോ വിദൂരമല്ല. ചേരും ഞാൻ പ്രിയനരികിൽ, കാണും ഞാൻ പ്രിയൻ പൊന്മുഖം. വാഴും ഞാൻ നിത്യനാടതിൽ നാഥൻ മാർവിൽ ചാരിടുമ്പോൾ. ഞാൻ കാണും പ്രാണനാഥനെ ശോഭയേറും വിൺപുരിയിൽ. ഞാൻ കേൾക്കും നാദനിൻപസ്വരം ദൂരമോ വിദൂരമല്ല. ആമേൻ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നല്ലവനും ബുദ്ധിമാനുമായ ദാസനെ എന്നുള്ള വിളി. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടേക്ക് കയറി വരിക. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഗേഹം വിട്ടുപോകുമേ നാം സ്വർഗതീരെ എത്തിയിടുവാൻ. പരദേശിയാണീ ഭൂവാതിൽ നാഥൻ വേഗം വന്നിടുവേ. ഈ ഗേഹം വിട്ടുപോകുമേ നാം സ്വർഗതീരെ എത്തിയിടുവാൻ. പരദേശിയാണീ ഭൂവാതിൽ നാഥൻ വേഗം വന്നിടുവേ. ചേരും ഞാൻ പ്രിയനരികിൽ, കാണും ഞാൻ പ്രിയൻ പൊന്മുഖം. വാഴും ഞാൻ നിത്യനാടതിൽ നാഥൻ മാർവിൽ ചാരിടുമ്പോൾ. ഞാൻ കാണും പ്രാണനാഥനെ ശോഭയേറും വിൺപുരിയിൽ. ഞാൻ കേൾക്കും നാദനിൻപസ്വരം ദൂരമോ വിദൂരമല്ല. ഈ ലോകം ദുഃഖമേകിയാലും വാഴ്വിൻ നാളിൽ ആർത്തിയിടുന്നു. സ്തോത്രം. വിലാപങ്ങൾ നൃത്തമായി മാറിയിടുമേ, നാഥൻ വേഗം വന്നിടുമേ. ഹല്ലേലൂയ. ഈ ലോകം ദുഃഖമേകിയാലും വാഴ്വിൻ നാളിൽ ആർത്തിയിടുന്ന വിലാപങ്ങൾ നൃത്തമായി മാറിയിടുമേ, നാഥൻ വേഗം വന്നിടുമേ. ഈ ലോകം ദുഃഖമേകിയാലും വാഴ്വിൻ നാളിൽ ആർത്തിയിടുന്ന വിലാപങ്ങൾ നൃത്തമായി മാറിയിടുമേ, നാഥൻ വേഗം വന്നിടുമേ. ചേരും ഞാൻ എൻ പ്രിയനരികിൽ, കാണും ഞാൻ എൻ പ്രിയൻ പൊന്മുഖം. വാഴും ഞാൻ നിത്യനാടതിൽ നാഥൻ
പ്രാണനാഥനെ ശോഭയേറും വിൺപുരിയിൽ ഞാൻ കേൾക്കും നാദനിൻപസ്വരം ദൂരമോ വിദൂരമല്ല. ചേരും ഞാൻ പ്രിയനരികിൽ, കാണും ഞാൻ എൻ പ്രിയൻ പൊന്മുഖം, വാഴും ഞാൻ നിത്യനാടതിൽ നാഥൻ മാർവിൽ ചാരിയിടുമ്പോൾ ഞാൻ കാണും എൻ പ്രാണനാഥനെ ശോഭയേറും വിൺപുരിയിൽ ഞാൻ കേൾക്കും നാദനിൻപസ്വരം ദൂരമോ വിദൂരമല്ല. ആമേൻ. സ്തോത്രം. നാം കാണും നമ്മുടെ പ്രാണനാഥനെ. ഹല്ലേലൂയ. ദൂരമോ വിദൂരമല്ല. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത ഒരു പാട്ടൂടെ പാടി ലൈവ് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ പാട്ടാണ്. തുണ എനിക്ക് യേശുവാം, കുറവിനിയില്ലതാണ്. ഇന്ന് രാത്രികാലം ഫേസ്ബുക്ക് ഇത് കാണുന്ന അനേകം പേർക്ക് പല പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരുണ്ടാവും. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് യേശു നമ്മുടെ ജീവിതത്തിന്റെ കർത്താവാണെങ്കിൽ, നീ യേശുവിനെ നിന്റെ ജീവിതത്തിന്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് പറയാൻ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ആമേൻ. നമ്മുടെ തലയിലെ ഓരോ മുടിയും എണ്ണിയിരിക്കുന്നു. സ്തോത്രം. അതിൽ ഒരെണ്ണം നിലത്ത് വീഴണമെങ്കിൽ കർത്താവ് പറയണം. അതാണ് നമ്മുടെ വിശ്വാസം. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദൊക്കെ ആമേൻ ഹല്ലേലൂയ ശൗലിനെ പേടിച്ചോടി നടന്നപ്പോൾ, അവൻ വനാന്തരത്തിൽ ഒക്കെ ഇരുന്നപ്പോൾ അവൻ ഒറ്റയ്ക്കിരുന്ന ദൈവത്തെ പാടി ആരാധിക്കുമായിരുന്നു. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ അവർ രാത്രി പാടി ദൈവത്തെ ആരാധിച്ചു. അവൻ പ്രാർത്ഥിച്ചു. അവൻ ഹല്ലേലൂയ. അവൻ കാരാഗ്രഹങ്ങളുടെ അടിസ്ഥാനം അവൻ കുലുങ്ങി. ഹല്ലേലൂയ. അവരുടെ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞ് അവർ സ്വതന്ത്രമായി തോന്നി. സ്തോത്രം. ഹല്ലേലൂയ. ആൾക്കാർ ഇരിക്കുമ്പോൾ മുമ്പിൽ ആരാധിക്കുന്നതല്ല. സ്തോത്രം. ഹല്ലേലൂയ. നാം ഒറ്റയ്ക്കിരിക്കും. ആമേൻ. നമ്മുടെ കർത്താവിനെ ആരാധിക്കും. നമ്മുടെ പ്രയാസങ്ങൾ പ്രതികൂലങ്ങളുടെ മധ്യേ സ്തോത്രം നമ്മുടെ കർത്താവിനെ ആരാധിച്ച് നമ്മുടെ കർത്താവിൽ ഒന്ന് ബലം കണ്ടെത്തി. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയാണ്. പിന്നെ സകല ബുദ്ധികളും ദൈവിക സമാധാനം നമ്മുടെ ഉള്ളിൽ നിറയണം. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കിതെന്തായാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പല വിഷയങ്ങൾക്കും നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പിന്നെ നാം അതിന്മേൽ ചിന്തിച്ച് വിഷമിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല. അതിലെല്ലാം നല്ലത് ദൈവസന്നിധിയിലേക്ക് കൊടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് അത് നന്മയ്ക്കാക്കി തീർക്കും. സകലതും നന്മയ്ക്കാക്കി തീർക്കും. സ്തോത്രം. അതാണ് കർത്താവിന്റെ വാഗ്ദത്തം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ തുണ എനിക്ക് യേശുവാം, കുറവിനി ഇല്ലതാൽ അനുദിനം തന്നിഴൽ മറവിൽ വസിച്ചിടും ഞാൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവർക്കും അറിയാൻ പാടുണ്ട്. തുണ എനിക്ക് യേശുവാ, കുറവിനില്ലതാ അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. ആമേൻ. തുണ എനിക്ക് യേശുവാ, കുറവിനില്ലതാ അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. അവൻ എന്റെ സങ്കേതവും അവലംബവും. ഹല്ലേലൂയ. അവൻ ഈ ആകുലത്തിൽ അവൻ മതി ആശ്രയിപ്പാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. 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 അവൻ എന്റെ സങ്കേതവും അവലംബവും കോട്ടയും, അവനീയാകുലത്തിൽ അവൻ മതി ആശ്രയിപ്പാൻ. അവൻ എന്റെ ഹല്ലേലൂയ അവലംബവും കോട്ടയും, അവനീയാകുലത്തിൽ
യേശുമതിയാശ്രയിപ്പാൻ തുണയെനിക്കേശുവാ അവൻ കുറവിനിയില്ലതാ അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. പകയന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും ആമേൻ പകലിലും രാവിലും താൻ പകർന്നിടും കൃപമഴ പോലെ. ഹല്ലേലൂയ, സ്തോത്രം, നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പകയന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും പകർന്നിടും കൃപമഴ പോ. സ്തോത്രം. പകയന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും പകർന്നിടും കൃപമഴ പോ. തുണയെനിക്കേശുവാ കുറവിനിയില്ലതാ അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. ശരണം അവൻ തരും തൻ ചിറകിൻ കീഴിൽ. ഹല്ലേലൂയ. പരിചയം പലകയുമായി പരമനി പാരിടത്തിൽ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ശരണമവൻ തരും തൻ ചിറകുകളിൻ കീഴിൽ പരിചയം പലകയുമായി പരമനി പാരിടത്തിൽ. സ്തോത്രം. ശരണമവൻ തരും തൻ ചിറകുകളിൻ കീഴിൽ പരിചയം പലകയുമായി പരമനി പാരിടത്തിൽ. തുണയെനിക്കേശുവാ കുറവിനിയില്ലതാ ആമേൻ അനുദിനം തൻ നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. ആകുലവേളകളിൽ ആപത്തു നാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആകുലവേളകളിൽ ആപത്തു നാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. സ്തോത്രം. ആകുലവേളകളിൽ ആപത്തു നാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. തുണയെനിക്കേശുവാ കുറവിനിയില്ലതാ അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്കേശുവാ കുറവിനിയില്ലതാ അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും അവനീയാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. പകയന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും പകർന്നിടും കൃപമഴ പോ. ശരണമവൻ തരും തൻ ചിറകുകളിൻ കീഴിൽ പരിചയം പലകയുമായി പരമനി പാരിടത്തിൽ. വലമിടമായിരങ്ങൾ വലമിടമായിരങ്ങൾ വലിയവ വീണാലും ആമേൻ വലയമായി നിന്നെ. സ്തോത്രം. വല്ലവൻ കാത്തിടുമേ. ആകുലവേളകളിൽ ആകുലവേളകളിൽ ആപത്തു നാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ.
അതുകൊണ്ട് തുണ എനിക്ക് യേശുവാ, കുറവിനിയില്ലതാ, അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. തുണ എനിക്ക് യേശുവാ, കുറവിനിയില്ലതാ, അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. അനുദിനം തന്നിഴലിൻ അവൻ മറവിൽ വസിച്ചിടും ഞാൻ. അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. നന്ദിയോട് സ്തുതിക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രയാസങ്ങളെ പ്രതികൂലങ്ങളെ നോക്കാതെ സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. സകലം തന്റെ കാഴ്ചയിലാക്കി വെച്ചിരിക്കുന്നവൻ ഹല്ലേലൂയ. അതിന് മേലെയായിരിക്കുന്ന മേലെയായിരിക്കുന്ന സ്തോത്രം കർത്താവിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. തന്റെ ചെറുകീഴ് ശരണം. ഹല്ലേലൂയ ഹല്ലേലൂയ. അവനോട് ചേർന്ന് നടക്കുവാൻ, അവനോട് ചേർന്ന് വസിപ്പാൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ആമേൻ പ്രയാസങ്ങൾക്ക് പ്രതികൂലങ്ങൾക്ക് നമ്മളെ മുക്കിക്കളയുവാൻ സാധ്യമല്ല. ഇന്ന് രാത്രികാലം സ്തോത്രം നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. സാഹചര്യങ്ങളെ നോക്കുവല്ല, അവസ്ഥകളെ നോക്കുവല്ല. ആമേൻ. ഹല്ലേലൂയ. കർത്താവിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയട്ടെ. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, we praise you Lord, we praise you Lord. കർത്താവേ സ്തുതിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്താലും കർത്താവായ യേശുക്രിസ്തുവിന്റെ പുണ്യാഹരത്താലും ദൈവവചനത്തിന്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിഷ്കാരം ജയമെടുക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കർത്താവേ, ഞങ്ങളെ കാണുന്ന ഞങ്ങളുടെ ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്തോത്രം. ഹല്ലേലൂയ. അവരെ അവിടെ അനുഗ്രഹിക്കണമേ സ്തോത്രം. ഇത് കാണുവാൻ പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവരെ അവിടെ അനുഗ്രഹിക്കണമേ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. പ്രയാസത്തോടെ ഭാരത്തോടെ ആയിരിക്കുന്നവർക്ക് കർത്താവോട് ആശ്വാസം സമാധാനം പകരണമേ. എല്ലാ ഭയവും ഭീതി മാറട്ടെ കർത്താവേ. വിശ്വാസം വർദ്ധിക്കട്ടെ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. പ്രയാസങ്ങളെ പ്രതികൂലങ്ങളെ കർത്താവയോട് നീക്കണമേ കർത്താവേ. ഒരു നീക്കുപോക്ക് കൽപ്പിക്കണം കർത്താവേ. സാമ്പത്തികമായി ക്ലേശം അനുഭവിക്കുന്നവർക്ക്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ നന്മകളുടെ വഴി തുറക്കണമേ കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. ഹൃദയ ദൃഷ്ടികളെ പ്രകാശിപ്പിക്കണമേ കർത്താവേ. മനസ്സുകൾക്കും ഹൃദയങ്ങൾക്ക് രൂപാന്തരം സംഭവിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. ദൈവം കർത്താവേ, ഹല്ലേലൂയ, ജനം അങ്ങിലേക്ക് തിരിയിട്ട് കർത്താവേ, കൂടുതലായി അങ്ങ് അറിയുവാൻ, കൂടുതലായി അങ്ങ് സ്നേഹിക്കുവാൻ, അങ്ങയോട് ചേർന്ന് നടക്കുവാൻ, അങ്ങേ അനുഭവിക്കുവാൻ, അങ്ങയുടെ ശക്തിയാൽ നിറയപ്പെടുവാൻ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ഫേസ്ബുക്ക് പേജിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അഡ്മിനായ ദൈവദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇതിലെല്ലാം മെമ്പേഴ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം. രാത്രികാലം പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ അപ്പ അവിടെ ഞങ്ങൾക്ക് നിന്ന് കൃപയ്ക്കായി സ്തോത്രം. ലോകത്തിന്റെ പലയിടങ്ങളിൽ നിന്നുകൊണ്ട് ആമേൻ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് അങ്ങേ സ്തുതിപ്പാൻ അവിടെ നിന്ന് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മഹത്വ കർത്താവേ, ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മധ്യമുള്ളതിനായി സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യമുള്ളതിനായി സ്തോത്രം. അങ്ങയുടെ മഹത്വം ഈ കൃപയെ, ഈ ശുശ്രൂഷ ഉടനീളം വ്യാപരിച്ചതിനായി സ്തോത്രം. ആമേൻ. ഹൃദയങ്ങൾക്ക് രൂപാന്തരം സംഭവിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. രോഗികളെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനങ്ങളും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കുന്ന സ്തോത്രം. ആമേൻ. സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങൾക്ക് ലഭിക്കപ്പെട്ടു സ്തോത്രം. ഹല്ലേലൂയ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ കർത്താവെ അങ്ങ് ഞങ്ങൾ തന്ന അധികാരത്താൽ കർത്താവെ അങ്ങയുടെ നാമത്തിൽ കർത്താവെ സ്തോത്രം. ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. എല്ലാ പ്രതികൂലങ്ങൾ കർത്താവെ, ദുഷ്ടനായവന്റെ എല്ലാ പദ്ധതികളും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിഷ്ഫലമായിട്ട്. ഹല്ലേലൂയ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അക്ഷരത്തിന്റെയും ജ്ഞാനത്തിന്റെയും ശുശ്രൂഷയുടെ ആത്മാവിന്റെയും ശക്തിയുടെയും അങ്ങയുടെ കൃപയുടെയും പ്രദർശനം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ ബലപ്പെടുത്തിയതിനായ സ്തോത്രം, ഞങ്ങളെ ശക്തീകരിച്ചതിനായ സ്തോത്രം. എല്ലാ മഹത്വം കർത്താവിന്, എല്ലാ മഹത്വം കർത്താവിന്. സകല നാമത്തിന് മേലായ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. ദൈവ കുഞ്ഞാടിന് മഹത്വം 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 മഹത്വം. അങ്ങയുടെ രക്തതാജയം, അങ്ങയുടെ രക്തതാജയം, അങ്ങയുടെ രക്തതാജയം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹത്വം കർത്താവിന്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഇങ്ങനെ ഒരു അവസരം തന്ന സർവശക്തനായ കർത്താവിന് സകല മഹത്വം കൊടുക്കുന്നു. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി, ഞങ്ങളെ ഉപയോഗിച്ചതിനായി സ്തോത്രം. ഈ ഫേസ്ബുക്കിൽ ഞങ്ങൾക്ക് അവസരം തന്ന, പേജിൽ അവസരം തന്ന ആമേൻ ബ്രദർ സാജു ജോർജ് കുട്ടിയോടുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. അതിന് മുഖാന്തരമായി തരുന്നു ആമേൻ സഞ്ജീവ് പാസ്റ്ററിനോടുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.